അമ്മേ അമ്മ എന്തിനീ വിഷമിച്ചിരിക്കുന്നേ? ഫോണിന്റെ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് പോയെന്നല്ലേ ഉള്ളൂ അല്ലേ? അതല്ലേ അമ്മ ഫോണിന്റെ ഡിസ്പ്ലേ അമ്മ പൊട്ടും. അതൊക്കെ അങ്ങനെ തന്നെ. അമ്മ വിഷമിക്കുന്ന എന്തിന്? ചിറ്റപ്പനാണ് കാരണം. ഞാനെന്തോന്ന് ഇത്? ചിറ്റപ്പൻ നേരത്തെ അമ്മയുടെ ഫോണിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞു. എന്തിനാണ് ബാറ്ററി ഇതില്ല, ഫോൺ കൊള്ളൂല എന്നൊക്കെ. അമ്മയുടെ ഇത് ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി. എന്റെ നാക്കിന് കുഴപ്പമൊന്നുമില്ല. അല്ല കാർണിവല് കൊണ്ടുപോകാത്തേനെ ചേട്ടത്തി വിഷമിച്ചിരിക്കുന്നു. കാർണിവലിന് എന്റെ അച്ഛാ അതൊന്നും അല്ല. ചിറ്റപ്പൻ കാരണം അമ്മയുടെ ഫോൺ പൊട്ടി. ഇവിടെ നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലേ ചേട്ടാ. ഞാൻ മനപ്പൂർവ്വം എടുത്ത് പൊട്ടിച്ചൊന്നും അല്ല. എന്റെ കൈ ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് അറിയാതെ അറിയുന്നത് പൊട്ടിയതാണത്. എന്താണ് പ്രശ്നം? എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി. ഡിസ്പ്ലേ പൊട്ടി. അത് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിടത്തുനിന്ന് ഇങ്ങോട്ട് ഊരിയപ്പോഴേ ഈ വയറ് കസേരയിൽ തട്ടിയിട്ട് ഇതെല്ലാം കൂടി ഉരുണ്ട് പറഞ്ഞ താഴെ വീണു. അങ്ങനെ ഡിസ്പ്ലേ പൊട്ടി. എത്ര തവണ പറഞ്ഞു മുടങ്ങാതെ എക്സസൈസ് ചെയ്യണ്ടേ? അതിന് ചാർജറിന്റെ വയറ് കുരുങ്ങിയാണ് ഞാൻ എന്തിനാ എക്സസൈസ് ചെയ്യുന്നേ? വയറ് കുഴപ്പമില്ല, മാറ്റിയാ മതിയല്ല. മാറ്റുന്ന കാര്യം ഞാൻ അന്വേഷിച്ചു. 4000 രൂപയോ? കുഴപ്പമില്ല, കാശുണ്ടല്ലോ, എടുത്ത് വാങ്ങിച്ചാൽ മതിയല്ല. എന്റെ കയ്യിൽ ഇവിടുന്ന് കാശിരിക്കുന്ന ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് നേരത്തെ സാലറി അഡ്വാൻസ് മേടിച്ചു. ഇനി മാസം ശമ്പളമൊന്നുമില്ല. അപ്പൊ ഇനി കിട്ടുമ്പോ വാങ്ങിച്ചാൽ മതി. ഒത്തുണ്ടല്ലോ ഒരു 4000 രൂപ എടുക്കാനുണ്ടാവോ? എനിക്ക് സാലറി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയും ദിവസം ഞാൻ ഫോണില്ലാതെ എന്ത് ചെയ്യും? ഫോണില്ലാതെ നടന്നാൽ മതി. ഇതാണ് പറയണത്, ശ്രദ്ധ വേണം. ഒരു കാര്യത്തിന് ശ്രദ്ധയില്ല, അശ്രദ്ധയ്ക്കുള്ള ശിക്ഷ. അങ്ങനെ കൂട്ടിയാൽ മതി. എന്തേലും അങ്ങനെ ഉണ്ടോടാ? പൈസ ഇല്ലാത്തോണ്ടാ പോക്കറ്റില്ലാതെ ഷർട്ട് ഇട്ടുണ്ടാക്കുന്നത്. ദാരിദ്ര്യക്ക് താഴെയാണ്. ഇത് അടുക്കളയിൽ നിന്ന് മിക്സർ വരെ ഇടാം. ഇത് ബിസ്ക്കറ്റ് ഇടാം. എന്തിനീ വട്ടം കൂടി നിൽക്കുന്നേ? പോയിക്കൂടെ? നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? പോടാ. വിഷമിക്കണ്ടേ? പൈസ ഇല്ലാതായി പോയില്ല. എന്തൊരു മൂഡ് ഓഫ്. അച്ഛൻ എനിക്കൊരു 4000 രൂപ കടം തരൂ. എന്റെ മുഖം കൂടെ വാട്ടാൻ വേണ്ടി വന്നതാണല്ലേ? അതല്ല അച്ഛാ, എന്റെ ഫോൺ കയ്യിൽ നിന്ന് താഴെ പോയി, എന്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. 4000 രൂപ വേണം നന്നാക്കണമെങ്കിൽ. അയ്യോ സത്യമായിട്ട് എൻ്റെ പൈസ ഒന്നും ഇല്ല മോളെ. ഇപ്പൊ കൃഷി ഓഫീസിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ വിത്തൊക്കെ വാങ്ങിക്കാനേ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുവേ. അച്ഛാ കടമായിട്ട് മതി, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാനങ്ങ് തന്നേക്കാം. അയ്യോ അങ്ങനെയല്ല, അതെനിക്കറിയാം. എൻ്റെ ഉണ്ടായിരുന്ന കാശ് ഞാൻ പിരിഞ്ഞാന്നാണ് ശങ്കുണ്ടി ചേട്ടന് കൊടുത്തത്. 2 ദിവസത്തിനകത്ത് ചേട്ടൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കിട്ടിയാൽ ഉടനെ ഞാൻ തന്നേക്കാം. അല്ലെങ്കിലും എനിക്കറിയാം, എൻ്റെ ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും കൈ കാശ് കാണില്ല. ഉത്തവന്റെ കയ്യിലും ഇല്ലാന്ന് പറഞ്ഞു. എല്ലാം കള്ളന്മാരാ, അച്ഛനടക്കം. ആശേ അല്ല ഉത്തമൻ എന്തിയെ? ഞാൻ ഒന്ന് പോയി ചോദിക്കാം. അപ്പുറത്ത് സിന്ധു ചേച്ചിയുടെ മതിലോട്ട് നോക്കി ഇരിപ്പുണ്ട്. അവൻ എന്തിനാ അവിടെ പോയി വാങ്ങി നോക്കി നിൽക്കുന്നത്? ആ ചെറുക്കൻ വരുമ്പോ താക്കോലം കൊടുത്താ പോരേ? അച്ഛൻ തന്നെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അച്ഛൻ ഇപ്പൊ കാശ് തരാൻ പറ്റൂല്ലോ? അയ്യോ സത്യമായിട്ട് എൻ്റെ ഇല്ല. ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. ചേട്ടൻ കിട്ടിയാലുടനെ ഞങ്ങൾ തന്നേക്കാം. അയ്യോ അയ്യോ അങ്ങനെ പിണങ്ങി പോലെ. പിണങ്ങി പോയി. സത്യം. ഞാൻ ശങ്കുണ്ടി ചേട്ടനെ വിളിച്ചു നോക്കാം, ചിലപ്പോ കിട്ടിയാലോ. വിളിക്കുന്നുണ്ടേ ചേട്ടാ, നമുക്കൊരു ഹെൽപ്പ് ചെയ്താലോ? നല്ല കാര്യം. നീ അടുക്കളയിൽ പോയി ഹെൽപ്പ് ചെയ്യാം. അവിടെ അമ്മ ഒറ്റയ്ക്കുള്ളൂ. ആ ഹെൽപ്പ് അല്ല. പിന്നെന്തോന്ന് ഹെൽപ്പ്? നമുക്ക് നമ്മുടെ കുടുക്ക പൊട്ടിക്കാം. അതിന് ഉത്സവം വന്നില്ലല്ലേ? ടോയ്സ് വാങ്ങാനല്ല കണ്ണാ, പിന്നെ അമ്മയുടെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിക്കെടുക്കുമല്ലേ, അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓ പിന്നെ അത് അച്ഛൻ മാറ്റി കൊടുത്തോളും. ആ കുടുക്കയുടെ പൈസ എനിക്ക് വേറെ ആവശ്യമുണ്ട്. ഞാൻ പൊട്ടിക്കാം ചേച്ചി. കണ്ണം വരെ പൊട്ടിക്കാന്ന് പറഞ്ഞു. ഞാനും പൊട്ടിക്കും. ശമ്പുച്ചേട്ടനും കൂടെ പൊട്ടിക്കേ. എങ്കിൽ ഞാനും വേണമെങ്കിൽ പൊട്ടിക്കാം. വേണമെങ്കിലേ പൊട്ടിക്കത്തുള്ളൂ. പൊട്ടിക്കാടി പൊട്ടിക്കാം. ആണല്ലേ? ഡിസ്പ്ലേ മാറ്റാൻ 4000 രൂപയാവുന്നല്ലേ അമ്മ പറഞ്ഞത്? ചേട്ടന്റെ എത്ര രൂപ ഉണ്ട് കൊടുക്കയില്ല? 2000 രൂപ ആണ്. 2000 രൂപ ഉണ്ട് അല്ലേ? നിന്റെല്ലോ? 500. 500 രൂപയാ? നിനക്ക് ആരെന്ന്? അച്ഛൻ. ഓ എന്തേലും അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ പൊട്ടിക്കാല്ലേ? ഞാൻ എടുത്തിട്ട് വരട്ടെ. ഫസ്റ്റ് ഞാൻ പോവാ. നീ ഫസ്റ്റ്. എവിടെ പോകുന്നത്? അവരൊരു സംഭവം എടുക്കാൻ പോയത്. എന്ത് സംഭവം? ഞങ്ങൾ അമ്മയെ സഹായിക്കാൻ പോണ്. എങ്ങനെ? അമ്മയുടെ മറ്റേ പൊട്ടിയ ഡിസ്പ്ലേ ഇല്ലേ, അത് ശരിയാക്കി കൊടുക്കാൻ. എങ്ങനെ ശരിയാക്കുമെന്ന്? കുടുക്കുന്ന പൈസ, നമ്മളെ കുടുക്കുന്ന പൈസ എടുക്കാൻ പോണ്. ഓ ന്യൂ ഇയറിന്റെ ഫസ്റ്റ് നന്മയായിട്ട്. സെക്കൻഡ് നന്മ ചെയ്യാൻ വല്ല ഉദ്ദേശമുണ്ടോ? ചെയ്യാങ്കി അല്ല
ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ ഒരു ഹെഡ്സെറ്റ് കുറെ കാലമായിട്ട് കംപ്ലൈന്റ് ആയി കിടക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് പുതിയ മേടിച്ചെന്നായിരുന്നു ഇയാളൊരു ഉപകാരമായിരുന്നു. അതല്ലേ ഫോണും കൂടെ വാങ്ങിച്ചോ. നീ കൂടുതൽ ആക്കിയൊന്നും വേണ്ട, എന്റെയിലും കുടുക്കൊക്കെ ഇരിപ്പുണ്ട്. ആ കുടുക്കയിലും വല്ല പാറ്റിയ പഴുതാറ്റ വല്ലതും കാണും. കിട്ടിയാ സെറ്റ് പൊട്ടിക്കാം. അത് അത് ഞാൻ പൊട്ടിക്കാം. അല്ല വേണ്ട, ഞങ്ങൾ പൊട്ടിച്ചോളാം. നമ്മള് പൊട്ടിക്കാം. അതിന് ഞാൻ പൊട്ടിക്കാന്ന്. അല്ല വേണ്ട, എടി, ഞാൻ പൊട്ടിക്കാന്ന്. സാരമില്ല, വരട്ട്. ആ, വരട്ട്. വാ. ഞങ്ങളുടെ താ പിങ്ക്. ശരി ചിറ്റപ്പനും വന്നോ? ആ, ചിറ്റപ്പൻ പിടിക്കണ്ട, എന്നാ നീ പിടി. ഒരുമിച്ച് പൊട്ടിക്കാം. ഒരുമിച്ച് പൊട്ടിക്കണ്ട, ഞാൻ പിടിച്ചാ എന്താ കുഴപ്പം? പിടിക്കണ്ട. വേണ്ട, ചിറ്റപ്പ ഞാൻ പിടി. അമ്മ ചേട്ടത്തി വിശക്കുന്നുണ്ടോ? നമുക്ക് വിശക്കണമൊന്നുമില്ല. പക്ഷെ അമ്മായിക്ക് നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ഞങ്ങള് കുടുക്ക പൊട്ടിച്ച് ചില്ലറ മാറ്റി. എന്തിന്? അമ്മയുടെ ഫോണിൽ ഡിസ്പ്ലേ പൊട്ടിക്കെടുക്കുമല്ലേ, ശരിയാക്കാൻ. അതിന് കൊടുക്ക പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ശരിയായിക്കോളാം. അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങള് തീരുമാനിച്ചാണ്. എന്നാ പൈസ. ഇത്രയും പൈസ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? അമ്മ ഇത് പിടി. പിടിക്ക്. പിടിക്കുക. അമ്മ ഇത് പിടി. അമ്മ അത് വേണ്ട മക്കളെ. ഇത് എന്റെ വക ചേട്ടത്തിക്ക്. അമ്മ ഇത് പിടിച്ചാണ്. ആ ഇത് പിടി. ഇതിപ്പം 4000-ന് പുറത്തുണ്ട്. ചേട്ടത്തി എന്തിനാ കരയുന്നേ? അമ്മ ഇതിനെ അറിയുന്നത്. വെൽക്കം. ആശേ കരയില്ലേ? ആശേ, ആഹാ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ദാ പൈസ പിടിച്ചോ. മൊബൈലിന്റെ ഡിസ്പ്ലേ മാറ്റാൻ. അയ്യോ, അത് ഞങ്ങള് കൊടുത്ത അമ്മക്ക്. അതെവിടുന്ന്? ഞങ്ങളുടെ കുടുക്ക പൊട്ടിച്ചിട്ട്. കുടുക്കയൊക്കെ പൊട്ടിച്ചാ? ശ്ശേ, എന്തിന്റെ? ഡിസ്പ്ലേ ഇതെവിടുന്ന്? എടാ ഈ പിള്ളേരെ അവരുടെ കുടുക്ക പൊട്ടിച്ചെന്ന്. ഇത് അച്ഛനും കൊടുക്കാൻ പോകുന്നു. ഓ, ഡിസ്പ്ലേ മാറ്റാൻ. അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് വെച്ച് മാറിയെന്ന് പിടി. അല്ല ഇതിപ്പോ പൈസ അധികമായി. അപ്പൊ ഞങ്ങളെ കാശ. ഞാൻ അഭിപ്രായം പറയട്ടെ, ന്യൂ ഇയർ ഒക്കെ ഇല്ലേ, അപ്പൊ എന്തായാലും കൊടുക്കുകയും പൊട്ടിച്ച്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്താലോ? ആ, ഇനി പാവപ്പെട്ടവരെ എവിടുന്ന് കണ്ടുപിടിക്കും? എന്നെ കണ്ടിട്ട് പാവപ്പെട്ടനായിട്ട് തോന്നില്ല? നത്തിങ് എൽസ് നത്തിങ് ഹാപ്പൻ. നിന്റെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പറയല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോയി നല്ലൊരു റെസ്റ്റോറന്റിന് ഫുഡ് കഴിച്ചാലോ? അത് നല്ലൊരു ഐഡിയ. എന്നാ പിന്നെ എന്റെ വക, ഞാൻ ഇനി ന്യൂ ഇയർ ആയിട്ട് പിശി കാണിച്ചു ഒരു പരാതി ഉണ്ട്, പിടിച്ചോ. ഇതിപ്പോ പൈസ അധികമായി. എന്നാ പിന്നെ എല്ലാരും അങ്ങ് റെഡി ആവും. കാർണിവലിൽ പോകാൻ പറ്റാത്തതൊക്കെ നമുക്ക് ഇതിലങ്ങ് സോൾവ് ചെയ്യാം. ഇപ്പൊ തന്നെ പോവാനോ? അല്ല ഞാൻ പക്ഷെ കറക്കി അറിയാൻ തുടങ്ങിയായിരുന്നു. അത് നമുക്ക് നാളെ എടുക്കാന്നേ. ചെല്ലി ഒരേടോ കേട്ടോ. പോട്ടെ. ഹാപ്പി അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അയ്യോ നന്നായി അല്ലേ? സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതെ അതെ അതെ. ന്യൂ ഇയർ ആയിട്ട് ഒരു 1000 സംഭാവന തരുമോ? എന്തോ ന്യൂ ഇയർ ആയിട്ട് ഒരു 1000 സംഭാവന. സംഭവം അതെ, നമുക്ക് അതങ്ങനെ